Hi everyone, welcome to our video. This is Dina, your English trainer. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇസ് ആം ആർ ആണ്. ഇസ് ആം ആർ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണല്ലേ. സോ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുക്കും. സോ യു റെഡി? എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതിന് മുമ്പ് ഐ ഹാവ് എൻ അനൗൺസ്മെൻറ്റ് ടു മേക്ക്. നമ്മളുടെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് ഈ വരുന്ന ജൂൺ 20 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ലൈവായിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ബേസിക് മുതലുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇസ് ആം ആർ. എന്താണ് ഇസ് ആം ആർ? ഇസ് ആം ആർ എന്ന് വെച്ചാൽ ആണ് എന്നാണ് അർത്ഥം വരുന്നത്. ആണ്. നമ്മൾ എങ്ങനെയൊക്കെ ആണ് എന്ന് മലയാളത്തിൽ യൂസ് ചെയ്യാറുള്ളത്? അവനൊരു വിദ്യാർത്ഥിയാണ്, അവൻ പഠിക്കുകയാണ്, കുഞ്ഞ് കരയുകയാണ്, അവൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ആണ് എന്ന് പറയാറില്ലേ? ഇതുപോലെ ആണ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇസ് ആം ആർ ഉള്ളത്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ ഇതിനാകെ ഒരു വേർഡേ യൂസ് ചെയ്യുള്ളൂ അല്ലേ, ആണ് എന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഇസ് ആം ആർ ഇങ്ങനെ 3 വേർഡ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഇസ്, എന്തിനു വേണ്ടിയിട്ടാണ് ആർ ഉള്ളത്, ആം എന്തിനു വേണ്ടിയിട്ടാണുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇംഗ്ലീഷ് നമുക്ക് എല്ലാവരെ കൊണ്ടും സംസാരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഭയങ്കര ടഫാണ്, ഭയങ്കര ഒത്തിരി പഠിക്കാനുണ്ട് എന്നൊന്നും നിങ്ങൾ വിചാരിച്ച് ടെൻസ്ഡ് ആവണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 1 by 1 ആയിട്ട് ക്ലിയർ ചെയ്ത് പോയാൽ, അതൊന്ന് പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മുഴുവനായിട്ട് കാണുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ് ചെയ്യാം, ഞാനത് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസ് ആം ആർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇസ് യൂസ് ചെയ്യുന്നത് ഹീയുടെ കൂടെ. അവനാണ്, ഹി ഇസ്, അവൻ ആണ്. ഷീ ഇസ്, അവളാണ്. ഇറ്റ് ഇസ്, അതാണ് അല്ലെങ്കിൽ ഇതാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഇത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇറ്റ് എന്നുള്ളത്. പിന്നെ ഏകവചനത്തിൻ്റെ കൂടെയും നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു പേര് എഴുതുവാണ്, ദിന ഒരു പേരാണ് അല്ലേ. ദിന ഇസ് എന്ന് വെച്ചാൽ ദിനയാണ് എന്നാണ് അർത്ഥം വരുന്നത്. സോ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി, ഷീ, ഇറ്റ് ഏകവചനം വരുമ്പോൾ നമ്മൾ ഇസ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി ആം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. ഐ ആം, ഞാനാണ്. ഐ ആം, ഞാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആം യൂസ് ചെയ്യുന്നു. ആർ യൂസ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ്? യു ആർ, നീ ആണ്. വി ആർ, ഞങ്ങളാണ്. ദേ ആർ, അവരാണ്. അതുപോലെ ബഹുവചനം വരുമ്പോൾ, ബഹുവചനത്തിന് നമ്മൾ പ്ലൂറൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദിന ആൻഡ് ഷെറീന, 2 പേരാണല്ലേ. അപ്പൊ ദിന ആൻഡ് ഷെറീന ആർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇസ് ആം ആർ ഉണ്ട്. ഇസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകവചനത്തിന്റെ കൂടെ, ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ആം നമ്മൾ ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെയാണ്. ആറ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? യു, വി, ദേ ബഹുവചനം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ ഉപയോഗിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് ഓരോ സെന്റൻസസിൽ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചാലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ ഒരു ടീച്ചറാണ്, ഇപ്പം നിങ്ങൾ വിദ്യാർത്ഥികളാണ്, അവൻ ഒരു ഡോക്ടറാണ്, അവളൊരു എഞ്ചിനീയർ ആണ്, ഇങ്ങനെ ഓരോരുത്തരുടെ പ്രൊഫഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ് ആം ആർ എന്നുള്ളത് ഉപയോഗിക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? നമ്മളുടെ ജോലി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാ നോക്കൂ, അവൾ ഒരു നേഴ്സാണ്. അവൻ ഒരു ഡ്രൈവറാണ്. ഞാൻ ഒരു ടീച്ചറാണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്.
ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈസ്, ആം, ആർ എന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ അവൾ ഒരു നേഴ്സാണ്. ഷീ ഇസ്, അവളാണ്. ഷീ ഈസ് എ നേഴ്സ്. അവൾ ഒരു നേഴ്സാണ്. ഷീ ഈസ് എ നേഴ്സ്. അവനൊരു ഡ്രൈവറാണ്. എങ്ങനെ പറയാം? ഹീ ഈസ്, അവനാണ്. എ ഡ്രൈവർ, ഒരു ഡ്രൈവർ. ഹീ ഈസ് എ ഡ്രൈവർ, അവനൊരു ഡ്രൈവറാണ്. ഞാനൊരു ടീച്ചറാണ്. ഞാൻ ഐയുടെ കൂടെ നമ്മൾ ആം ആണ് യൂസ് ചെയ്യുക അല്ലേ. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഞങ്ങൾ എൻജിനീയേഴ്സ് ആണ്. എങ്ങനെയാ പറയാ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾ എൻജിനീയേഴ്സ് ആണ്. ഞങ്ങൾ എന്ന് പറയുമ്പം വിയുടെ കൂടെ നമ്മൾ ആർ യൂസ് ചെയ്യും. വി ആർ എൻജിനീയേഴ്സ്. കണ്ടോ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ആണ് എന്ന് പറയാനായിട്ട് ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരുടെ ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഹി, ഷീ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇസ് ഉപയോഗിച്ചു. ഐയുടെ കൂടെ നമ്മൾ ആം ഉപയോഗിച്ചു. ബഹുവചനം വി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആർ ഉപയോഗിച്ചു. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ ഇസ്, ആം, ആർ ഉപയോഗിക്കുന്ന അടുത്തതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും അല്ലെ, ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ ആ സ്വഭാവം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇസ്, ആം, ആർ ഉപയോഗിക്കാം. നമുക്ക് നോക്കാം. അപ്പം നമ്മളുടെ ഒരു സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. ഞാൻ ബോൾഡാണ്. ബോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും കുലുങ്ങാത്ത ആളാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ എങ്ങനെയാ പറയാ? ഞാൻ ബോൾഡാണ്. അവൻ ഒരു നിഷ്കളങ്കനാണ്. അവൾ ധൈര്യശാലിയാണ്. ഞങ്ങൾ ഭീരുക്കളാണ്. എങ്ങനെ നമുക്ക് പറയാം? ഞാൻ ബോൾഡാണ് എന്ന് ഞാൻ പറയാണേ. അപ്പൊ ഐയുടെ കൂടെ ഞാൻ എന്താ യൂസ് ചെയ്യാ? ആം ആണ് യൂസ് ചെയ്യുക അല്ലേ. ഐ ആം, ഞാനാണ്. ഐ ആം, ഞാനാണ് ബോൾഡ്. ഞാൻ ബോൾഡാണ്. ബോൾഡ്, ഞാൻ ബോൾഡാണ്. ഇനി BALD, ബാൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഷണ്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബാൾഡ് എന്ന് വെച്ചാൽ കഷണ്ടി. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. അവനൊരു നിഷ്കളങ്കനാണ്. എങ്ങനെയാ പറയാ? അവൻ, ഹീ ഈസ്, ഒരു, ഹീ ഈസ് ആൻ നിഷ്കളങ്കൻ. എന്താ നമ്മൾ പറയാ? ഇന്നസെന്റ്. ഹീ ഈസ് എൻ ഇന്നസെന്റ് പേഴ്സൺ. അവനൊരു നിഷ്കളങ്കനായ വ്യക്തിയാണ്. ഹീ ഈസ് എൻ ഇന്നസെന്റ് പേഴ്സൺ. സോ നിഷ്കളങ്കത, ഇന്നസെൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? അവൾ ധൈര്യശാലിയാണ്. ഷീ ഈസ് ധൈര്യശാലി. എങ്ങനെയാ പറയാ? ബ്രേവ്. ഷീ ഈസ് ബ്രേവ്. അവൾ ബുദ്ധിമതിയാണ്. എങ്ങനെയാ പറയാ? നിങ്ങളൊന്ന് കോമെന്റ് ചെയ്ത് നോക്കൂ. അവൾ ബുദ്ധിമതിയാണ്. എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? നെക്സ്റ്റ് വൺ, ഞങ്ങൾ ഭീരുക്കളാണ്. അപ്പൊ ധൈര്യശാലിയുടെ ഓപ്പോസിറ്റ് ആണ് ഭീരുക്കൾ അല്ലേ. അപ്പൊ നമ്മൾ ഭീരുക്കളാണെന്ന് പറയാൻ വി ആർ cowards. cowards എന്ന് വെച്ചാൽ ഭീരു എന്നാണ് അർത്ഥം കേട്ടോ. വി ആർ cowards. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബോൾഡ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണ് പറയുന്നത്. ഞാൻ ബോൾഡ് ആണ്. ഐ എം ബോൾഡ്. ഓക്കെ. ഇനി അവൻ ഒരു നിഷ്കളങ്കനാണ്. ഹീ ഇസ് ഇന്നസെന്റ് എന്ന് നമുക്ക് പറയാം. അവൾ ധൈര്യശാലിയാണ്. ഷീ ഇസ് ബ്രേവ്. ഞങ്ങൾ ഭീരുക്കളാണ്. വി ആർ cowards. വി ആർ cowards. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വഭാവം ഈ ഈസ്, ആം, ആർ വെച്ചിട്ട് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കോമെന്റ് ചെയ്ത് നോക്കൂ. നോക്കട്ടെ. ഓക്കെ. അപ്പം നെക്സ്റ്റ് നമ്മൾ സ്വഭാവം പറയാൻ പഠിച്ചു, ജോലി പറയാൻ പഠിച്ചു. അടുത്തത് നമ്മൾ ഈസ്, ആം, ആർ എന്തിന് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മളുടെ ഇമോഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇമോഷൻ.
ഇമോഷൻ, നമ്മളുടെ വികാരം എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്, ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം. എങ്ങനെയാ? എനിക്ക് സന്തോഷമാണ്. എൻ്റെ വികാരമാണ് ഞാൻ പറയുന്നത് അല്ലേ. അവന് സങ്കടമാണ്. അവർക്ക് ദേഷ്യമാണ്. ഞങ്ങൾക്ക് നിരാശയാണ്. ഓക്കെ. രാഹുൽ ക്ഷീണിതനാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഇമോഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്, ആം, ആർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എനിക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയണമെങ്കിൽ ഇവിടെ ഒരു ഇമോഷൻ ഹാപ്പിനെസ് ആണല്ലേ, സന്തോഷം. അപ്പോൾ എങ്ങനെ പറയാം? ഐ ആം ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി. അവന് സങ്കടമാണ്. എങ്ങനെ പറയാം? അവൻ, ഹീ ഇസ് സാഡ്. അവന് സങ്കടമാണ്, ഹീ ഈസ് സാഡ്. അവർക്ക് ദേഷ്യമാണ്. എങ്ങനെ പറയും? ദേ ആർ ആംഗ്രി. ദേ ആർ ആംഗ്രി. അവർക്ക് ദേഷ്യമാണ്, ദേ ആർ ആംഗ്രി. ഓക്കെ. ദേഷ്യം എന്നുള്ളതിന് നമ്മൾ ദേഷ്യം, ആംഗ്രി. ഓക്കെ. സങ്കടം, സാഡ്. സന്തോഷം, ഹാപ്പി. ഇനി ഞങ്ങൾക്ക് നിരാശയാണ്. ഞങ്ങൾക്ക് നിരാശയാണ്. എങ്ങനെ പറയാം? വി ആർ അപ്സെറ്റ്. വി ആർ അപ്സെറ്റ്. വി ആർ അപ്സെറ്റ്. ഞങ്ങൾക്ക് നിരാശയാണ്, വി ആർ അപ്സെറ്റ് എന്ന് പറയാം. രാഹുൽ ക്ഷീണിതനാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? രാഹുൽ ക്ഷീണിതനാണ്. രാഹുൽ ഇസ് ക്ഷീണിതനാണെന്ന് പറയാൻ ടയേർഡ്. രാഹുൽ ഇസ് ടയേർഡ്. രാഹുൽ ക്ഷീണിതനാണ്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, ഐ എം ഹാപ്പി. അവന് സങ്കടമാണ്, ഹി ഈസ് സാഡ്. അവർക്ക് ദേഷ്യമാണ്, ദേ ആർ ആംഗ്രി. ഞങ്ങൾക്ക് നിരാശയാണ്, വി ആർ അപ്സെറ്റ്. രാഹുൽ ക്ഷീണിതനാണ്, രാഹുൽ ഇസ് ടയേർഡ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇസ്, ആം, ആർ വെച്ചിട്ട് നമ്മളുടെ ജോലി പറയാനായിട്ട് നമ്മൾ പഠിച്ചു, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ക്യാരക്ടർ പറയാനായിട്ട് നമ്മൾ പഠിച്ചു, നമ്മളുടെ ഇമോഷൻ പറയാനായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഇസ്, ആർ, ആം യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതെങ്ങനെയാണ് പറയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മളൊരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് ഇസ്, ആം, ആർ യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഫാൻ കറങ്ങുന്നുണ്ട്, കുഞ്ഞ് കരയുന്നുണ്ട്, വണ്ടി പോകുന്നുണ്ട്, അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നുണ്ട്. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇസ്, ആം, ആർ എന്നുള്ളത് യൂസ് ചെയ്യാം. ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ. അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇസ്, ആം, ആർ എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുക? ആദ്യം ഞാൻ പഠിപ്പിക്കുന്നു, അവൻ TV കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ, അവൻ എന്നൊക്കെയുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നു, ഐ, സബ്ജക്റ്റ് എഴുതി. അതിനുശേഷം സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഈസ് ആണോ, ആം ആണോ, ആർ ആണോ എന്നുള്ളത് നമ്മൾ എഴുതണം. ഐ എന്ന് വരുമ്പോൾ ആം ആയിരിക്കും. ഐ ആം, ഞാനാണ്. ഹി ഇസ്, ഷീ ഇസ്, വി ആർ എന്നാണ് നമ്മൾ എഴുതും അല്ലേ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്യായതുകൊണ്ട് ING ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. വേർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയും? ഐയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആം. പഠിപ്പിക്കുക, ടീച്ച്, ടീച്ചിങ്, പഠിപ്പിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? അപ്പോൾ പഠിപ്പിക്കുക, ടീച്ച്, പഠിപ്പിക്കുകയാണ്, ടീച്ചിങ്. ഓക്കെ.
ഐ എം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയാണ് എന്നുള്ള അർത്ഥം വന്നു. ക്ലിയർ അല്ലേ? അടുത്തത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ക്ലാസ് കാണുകയാണല്ലേ, നിങ്ങൾ ക്ലാസ് കണ്ട് പഠിക്കുകയാണ്. അപ്പം എനിക്ക് എങ്ങനെ പറയാം? നിങ്ങൾ പഠിക്കുകയാണ്. യു ആർ സ്റ്റഡിങ്. യു ആർ സ്റ്റഡി, ING ചേർക്കണം. യു ആർ സ്റ്റഡിങ്. അപ്പം ഇതാ നമ്മൾ സബ്ജക്റ്റ് ചേർത്തു യു, ഇസ് ആം ആർ ആണോന്ന് നോക്കണം. അപ്പം യുവിൻ്റെ കൂടെ ആറാണ് വരിക അല്ലേ. അപ്പം നമ്മൾ 6 ചേർത്തു. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കണം. അപ്പോൾ പഠിക്കുക സ്റ്റഡി, അതിൻ്റെ കൂടെ നമ്മൾ ING ചേർത്തു, സ്റ്റഡി. യു ആർ സ്റ്റഡിങ്. അപ്പം നിങ്ങൾ പറയാണ് ഞങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുകയാണ്. നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? കോമെൻറ്റ് ചെയ്ത് നോക്കുന്നു, പോസ്റ്റ് ചെയ്തിട്ട്. ഞങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാം? വി ആർ, കാരണം വിയുടെ കൂടെ ആറാണ് വരിക അല്ലേ. വി ആർ വാച്ചിങ്, ഞങ്ങൾ കാണുകയാണ്. വി ആർ വാച്ചിങ് യുവർ യൂട്യൂബ് വീഡിയോ. ഓക്കെ. ഇനി അവൻ അവൻ്റെ മൊബൈൽ തിരയുകയാണ്. അപ്പം അവൻ, ഹീയുടെ കൂടെ ഇസ് ആണ് ചേർക്കുക. ഹി ഇസ്. തിരയുക എന്നുള്ളതിന് നമ്മൾ സെർച്ച് എന്നാണ് പറയാം. സെർച്ച്, ING ചേർക്കണ്ടേ? ഹി ഈസ് സെർച്ചിങ്, അവൻ തിരയുകയാണ് അവൻ്റെ മൊബൈലിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഫോർ ഹിസ് മൊബൈൽ, ഹി ഈസ് സെർച്ചിങ് ഫോർ ഹിസ് മൊബൈൽ. ഓക്കെ. നെക്സ്റ്റ്, രാഹുൽ കാത്തിരിക്കുകയാണ്. എങ്ങനെ പറയാം? രാഹുൽ ഇസ് വെയിറ്റിംഗ്. രാഹുൽ ഇസ് വെയിറ്റിംഗ്, രാഹുൽ കാത്തിരിക്കുകയാണ്. സീത ഉറങ്ങുകയാണ്. എങ്ങനെ പറയാം? സീത ഇസ് ഉറങ്ങുക, സ്ലീപ്പ്, ഉറങ്ങുകയാണ്, സ്ലീപ്പിംഗ്. ഓക്കെ. ഞാൻ പഠിപ്പിക്കുകയാണ്, ഐ ആം ടീച്ചിങ്. നിങ്ങൾ പഠിക്കുകയാണ്, യു ആർ സ്റ്റഡിങ്. അവൻ അവൻ്റെ മൊബൈൽ തിരയുകയാണ്, ഹി ഈസ് സെർച്ചിങ് ഫോർ ഹിസ് മൊബൈൽ. രാഹുൽ കാത്തിരിക്കുകയാണ്, രാഹുൽ ഇസ് വെയിറ്റിംഗ്. സീത ഉറങ്ങുകയാണ്, സീത ഇസ് സ്ലീപ്പിംഗ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഈസ്, ആം, ആർ എവിടേക്കാണ് യൂസ് ചെയ്യാന്നുള്ളത്? നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ റിവിഷനാണ്. ഇസ്, ആം, ആർ എന്നുള്ളത് നമ്മൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഇസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ്, അതുപോലെ ഏകവചനം വരുമ്പോഴാണ് നമ്മൾ എസ് യൂസ് ചെയ്യുന്നത്. ആം നമ്മൾ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. ഐ ആം എന്നാണ് നമ്മൾ പറയുന്നത്. ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് യു ആർ, നിങ്ങളാകുന്നു, വി ആർ, ദേ ആർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ജോലി പറയാനും ഒരാളുടെ സ്വഭാവം പറയാനും ഇമോഷൻ പറയാനും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനൊക്കെയാണ് നമുക്ക് ഇസ്, ആം, ആർ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം ജോലി, ഇപ്പം എൻ്റെ ജോലി ഞാൻ പറയുവാണെങ്കിൽ ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. സോ ഐയുടെ കൂടെ നമ്മൾ ആം എന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഐ ആം എ ടീച്ചർ. ക്യാരക്ടർ, അവൾ ശക്തയാണ്. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഷീ ഇസ്, അവളാണ്. ഷീ ഇസ് ഒരു ക്യാരക്ടറാണ് അവളുടെ അല്ലേ. ഷീ ഇസ് സ്ട്രോങ്, ഷീ ഇസ് സ്ട്രോങ്, അവൾ ശക്തയാണ്. അടുത്തത് ഒരു ഇമോഷൻ പറയാണ്. അപ്പോൾ അവൻ സങ്കടത്തിലാണ്. എങ്ങനെ പറയാ? ഹി ഈസ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര സംശയത്തിലാണ് എന്ന് നമുക്ക് പറയണം. എന്ത് ചെയ്യണം എന്നറിയാത്ത സംശയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഹി ഈസ് കൺഫ്യൂസ്ഡ്. ഹി ഈസ് കൺഫ്യൂസ്ഡ്. ഇനി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും ഇതാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് പഠിച്ചു അല്ലേ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ നമ്മൾ യൂസ് ചെയ്യും. കുട്ടി കരയുകയാണ്. എങ്ങനെയാ പറയാ? ദ ചൈൽഡ്, ദ ചൈൽഡ്. ഇപ്പോൾ കുട്ടി എന്ന് പറയുമ്പം ഏകവചനം ആയതുകൊണ്ട് ഇസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ ചൈൽഡ് ഈസ്. എന്താ നമ്മുടെ റൂള്? കണ്ടിന്യൂ ചെയ്യാന്ന് പറയാൻ സബ്ജക്റ്റിൻ്റെ കൂടെ ഇസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ നമ്മൾ ചേർത്തു. അതിൻ്റെ കൂടെ വേർബിന് ING ചേർക്കണം അല്ലേ. അപ്പോൾ ദ ചൈൽഡ് ഈസ് ക്രൈയിങ്, ദ ചൈൽഡ് ഈസ് ക്രൈയിങ്.
അപ്പോൾ നിങ്ങൾക്ക് ഇസ് ആം ആർ ഇവിടേക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ എന്നെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ജൂൺ 20 നമ്മൾ ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസിന് ജോയിൻ ചെയ്യാം. ക്ലാസ്സസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പഠിക്കാം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ നമ്മൾ ഇന്ന് എടുത്ത ഈ പോർഷനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ 8 o'clock എല്ലാവരും ഇൻസ്റ്റാഗ്രാം ലൈവിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദിസ് ക്ലാസ് എവ്രി വൺ. ബൈ എവ്രി വൺ.